കടൽ എപ്പോഴും തിരമാല ഉണ്ടല്ലോ, അതുപോലെയാണ് ചലഞ്ച് ബിസിനസ്സിൽ. എന്നിട്ട് കപ്പലൊക്കെ ഓട്ടിക്കൊണ്ടുപോകാറില്ലേ, ആ തിരമാല കണ്ടിട്ട് ഏതെങ്കിലും കപ്പിത്താൻ കപ്പൽ ഹോട്ടൽ നിർത്തിയില്ല. ആ പോസിറ്റീവ് ഇതിലാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചലഞ്ചസ് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത്ത് ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ എൻ്റർപ്രൈസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്ട്രെങ്ത് നമുക്ക് വേണം? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് കറേജ്, അവിടെയാണ് കറേജിൻ്റെ റോള്, അവിടെയാണ് സെൽഫ് കോൺഫിഡൻസിൻ്റെ റോള്, അവിടെയാണ് പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റിൻ്റെ റോള്, അവരാണ് ചലഞ്ചസിനെ ഓവർകം. അപ്പോൾ ഇതൊരു മാനസിക, അതാണ് ഞാൻ സോഫ്റ്റ് സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊക്കെ ചലഞ്ചസ് വരുമ്പോഴും അതിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജി, അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ, എക്കോസിസ്റ്റം, അതിന് വേണ്ടി അതാണ് ഞാൻ സസ്റ്റൈനബിൾ എൻ്റർപ്രൈസിംഗ് എന്ന് പറയുന്നത്. ഏത് കൊടുങ്കാറ്റ് വന്നാലും ഈ കാറ്റത്ത് മാറാൻ പാടില്ല സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ആർ എൻജോയിങ് ആൻഡ് ചലഞ്ചസ് എന്ന് പറയുന്നത് വരട്ടെ എന്നുള്ള കാഴ്ചപ്പാടാണ് ഞാൻ. വന്നോട്ടെ, കാരണം പറയാം, ചലഞ്ചസ് ഇപ്പോൾ നമ്മൾ വരില്ല എന്ന് വിചാരിക്കേണ്ട, വരും. അതിന് ഹൗ വി ക്യാൻ ഓവർകം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്.